എടവക പഞ്ചായത്തിലെ ചെറുമണലുണ്ട്, വയലായിരുന്നു. ആ വയലിൽ ഇപ്പോൾ കാപ്പിയുണ്ട്, ഏലമുണ്ട്, വാഴയുണ്ട്, പപ്പായയുണ്ട്, വീട്ടിലേക്കുള്ള പച്ചക്കറികളൊക്കെ ഉണ്ട്. ഇബ്രാഹിക്ക, എത്ര വയസ്സായി നിങ്ങൾക്ക്? 62 വയസ്സായി. നിങ്ങൾ തുടക്കം തൊട്ട് ഇങ്ങനെ ആയിരുന്നോ? തുടക്കം ചെറുപ്പത്തിലെ ഞാൻ കൃഷി ആണ് എൻ്റെ പിന്നെ എന്താ പറയുക, എൻ്റെ ജീവിതമാർഗമാണ്. അതിൽ പരം എനിക്ക് അതിനോടൊരു ആവേശമായി. നിങ്ങളാണ് ഈ കവുങ്ങൊക്കെ വെച്ചത്, അതെ, ഈ കാപ്പി തൈ വെച്ചത്. പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടെ? കാപ്പിയുണ്ട്, കവുങ്ങുണ്ട്, ഏലമുണ്ട്, പപ്പായയുണ്ട്, വാഴയുണ്ട്, പിന്നെ എന്താ തെങ്ങുണ്ട്, പിന്നെ ഒരു മരുന്നിനെ ഉപയോഗിക്കുന്ന മഹക്കൊട്ടാദേവ അങ്ങനെയുണ്ട്, ഷുഗറിനൊക്കെ ഉണ്ട്, പിന്നെ കപ്പയുണ്ട്. എന്ന് വേണ്ട വീട്ടിലേക്ക് ആവശ്യമായ എന്താ പറയാ എല്ലാം ഞാൻ ഏകദേശം ഞാൻ നട്ടുണ്ടാക്കലാണ് പച്ചക്കറികൾ. ഇത് സ്വന്തം സ്ഥലമാണ്? മുമ്പോട്ട് ഇങ്ങനെ സ്ഥലമായിരുന്നു? 1/2 ഏക്കർ ഒരു 5 വർഷം മുമ്പേ എനിക്കുണ്ട്. അതിന്റെ കൂടെ തൊട്ടടുത്ത ഈ 1/2 ഏക്കർ വാങ്ങിയിട്ട് ഇപ്പൊ 2 വർഷം ആവുന്നത്. അങ്ങനെ കിട്ടിയപ്പോഴാണ് അവനവന്റെ മണ്ണിൽ നമുക്ക് പണിയെടുക്കാം തീരുമാനിച്ചത്. അതിന് മുമ്പ് പക്ഷേ ഈ പണികളൊക്കെ എടുത്തിട്ടുണ്ട്. അവർക്ക് കൂലിക്ക് അവർക്ക് ആരാണ് പോയിട്ട് ഇങ്ങനെ പണിയെടുക്കുമ്പോൾ കൂലി വാങ്ങും. അല്ലാതെ അപ്പൊ ഇതൊക്കെ ആ പണിയിൽ നിന്ന് ഞാൻ പഠിച്ചു വെച്ചു കാര്യങ്ങളൊക്കെ. അല്ല ശാസ്ത്രീയമായിട്ടുള്ള ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ പഠിച്ചതും ഞാൻ കണ്ട അറിവുകളും അനുസരിച്ചുള്ള കൃഷിയാണ് എൻ്റെത്. വയലിൽ ഇപ്പോ ഇങ്ങനെ കാപ്പി, കുരുമുളക് അതൊക്കെ സാധാരണ ഇത് ആരും ചെയ്യാറില്ല. അതെ, അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരു 1/2 ഏക്കറിനകത്ത് ആദ്യം കവുങ്ങ് നട്ടു, പിന്നെ കൊക്കോ നട്ടു. അപ്പൊ അതിന്റെ ഒഴിവ് നോക്കിയിട്ട് ഒരു കുറഞ്ഞ തൈ നട്ടു കാപ്പി. അപ്പൊ ആ കാപ്പി നന്നായി വരികയും നല്ല വിളവ് വരികയും ചെയ്തു. എത്ര കൊല്ലമായപ്പോഴേക്കും വിളവ് കിട്ടി? ഒരു 2 കൊല്ലം. 2 കൊല്ലം കൊണ്ട് പറിക്കാം. 2 കൊല്ലം ആവുന്നേ ഉള്ളൂ ഈ ചെടി. അതാ ഇപ്പൊ കാപ്പി കായ്ച്ചു. അപ്പൊ ഇത് ഈ ഭാഗത്തേക്കുള്ളത് ഒരു 4 കൊല്ലമായി. ഇതാണ് നട്ടിട്ട് വയല് 5 വർഷം മുമ്പേ ഉള്ളതാണ്. പക്ഷെ ഈ കാപ്പിച്ചെടി നട്ടിട്ട് 4 വർഷമായി. അപ്പൊ 2 കൊല്ലം കായ്ക്കാൻ തുടങ്ങി. ഇപ്പൊ 3 വിളവ് ഞാൻ എടുത്തു കഴിഞ്ഞു. ഇതെങ്ങനെയാ ഐഡിയ കിട്ടിയ? ഐഡിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നത് കേട്ടുന്നല്ലാതെ ഞാൻ ചെയ്തു നോക്കി, അത്രേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇതിന്റെ ഓരോന്നിന്റെയും ഓരോ ചെടിയുടെയും വളർച്ച നമ്മൾ കാണുന്നതനുസരിച്ച് വീട്ടിൽ കിടന്ന് ഉറക്കം വരില്ല. ഞായറും കൊടുത്ത പറമ്പിൽ വരണം, ഇതൊക്കെ കണ്ടിട്ട് പോകണം. ഒരു പണി എടുത്തില്ലെങ്കിലും ഇതൊക്കെ ഒന്ന് വന്ന് കണ്ടിട്ട് വേണം പോകാൻ. പിള്ളേര് പറയണ്ട ഇപ്പൊ കാലത്ത് എന്റെ ഈ പറമ്പിക്കൊന്നും പോകണ്ടെന്ന് പറയാറില്ല. പിള്ളേര് പറഞ്ഞാൽ ഞാൻ കേൾക്കൂല. ഇതിൽ വേറെ എന്തായാലും പ്രത്യേകിച്ച് ചെയ്തേ? വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നടുന്ന സമയത്ത് നടാന്ന് പറഞ്ഞാൽ ഈ ഒരു ചെടികളും നടാൻ ഞാൻ ആരെയും നടലായിക്കോട്ടെ, അതിന്റെ പരിചരണം ആയിക്കോട്ടെ, ഇതൊന്നും കൂലിക്കാരെ വെക്കണം. കൂലിക്കാരെ ഒന്നാമത്തെ കിട്ടാനില്ല ഇപ്പോ. ഇത് പാടത്തേക്ക് പണിക്കുള്ള ഷൂസ് ആണോ? പാടത്തേക്ക് ഉള്ള കാറ്റ് വാങ്ങുന്ന പണി സമയത്ത് ഞാൻ ഇതേ ഉപയോഗിക്കാം. എന്തുകൊണ്ടുള്ള ഗുണം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമത് പണ്ടത്തെ വയലല്ലോ, ഈ വാടിയും മറ്റേ കമ്പിയും അതും ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ പരിധി വരെ നമുക്കൊരു സുരക്ഷയാണ്. പിന്നെ ഈ കാടും അതിലൊക്കെ നമ്മൾ കയറി നടക്കുമ്പോൾ പാമ്പ് പോലത്തെ ഈ പ്രശ്നങ്ങളും. കാട് വെട്ടാൻ മറ്റേ മെഷീൻ ഉണ്ടോ? അപ്പൊ വലിയ സൗകര്യം അത് അല്ലേ? നമ്മളിപ്പോ പോരണ വഴിക്കുള്ളതൊക്കെ നിങ്ങൾ ഇന്ന് വെട്ടിയതാ? അതല്ലേ. എത്ര നേരം എടുത്ത് നിനക്ക്? അതോ അതിന് 1 മണിക്കൂർ വേണ്ട. കാപ്പിയുടെ പിന്നാലെയാണ് അടുത്ത പരീക്ഷണമായിട്ട് നമ്മള് കുരുമുളക് നട്ടത്. ഇത് കുരുമുളക് നട്ടത് ചീമക്കൊന്നേമലാണ് അല്ലേ? ചീമക്കൊന്നേമല നട്ടത് അതിൽ തന്നെ നിർത്താനായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പൊ അത് കുറെ നോക്കുമ്പോ ഈ വയലില് നട്ട അടിഭാഗം ചീഞ്ഞു പോവാ. ചെറിയ വെള്ളക്കൂട് ഉള്ളതുകൊണ്ട് മരത്തിന്റെ അടിഭാഗം ചീഞ്ഞു പോകും. അടിഭാഗം അപ്പൊ എന്ന് വെച്ചാൽ പിന്നെ അത് നമുക്ക് എല്ലാ കാലിലും കുറെ കാലുകൾ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഈ GA പൈപ്പ് വെച്ചിട്ട്. അല്ലേ, കാര്യം ചെയ്യട്ടെ, ചീമക്കൊന്നയുടെ അടി ചെയ്യുമ്പോ കുരുമുളക് ചെയ്യില്ല? ഈ കുരുമുളകിന്റെ വരി മേലക്കടേ പോകുള്ളൂ. കയറി ഒരടി 1.5 അടി കൂടുതൽ 1 അടി പോകില്ല. ചാലിന്റെ മേലേക്ക് വരുള്ളൂ, കുരുമുളകിന്റെ വേര് വരുള്ളൂ. ചീമക്കൊന്ന അങ്ങനെയല്ല. ചീമക്കൊന്ന നമ്മൾ പരമാവധി താത്തി ഇടണം, അല്ലെങ്കിൽ ഈ കാറ്റിന് മറിയല്ലോ. അപ്പൊ അതുകൊണ്ട് ചാലില് വെള്ളം വന്നാലും ചീമക്കൊന്ന ചെയ്യും. അധികം നീട്ടി വിട്ടും കൂടാ ചീമക്കൊന്ന. വയലില്
കാറ്റ് വന്നാൽ ഇപ്പൊ വേര് മേലെ നിന്ന് മാത്രമേ ഇത് പിടിക്കുള്ളൂ. അടിയിൽ നമ്മൾ താത്തി നട്ടാലും വേര് ഉണങ്ങിയ മണ്ണിന്റെ തന്നെ വേര് പടരുള്ളൂ. അപ്പം വലിയ കാറ്റും ഈ വെയിറ്റും വന്നു കഴിഞ്ഞാൽ കൊടിക്ക് വെയിറ്റും വന്നു കഴിഞ്ഞാൽ കാറ്റ് കടിച്ചാൽ ഇത് മറിയും. അപ്പൊ അത് ചെയ്ത പണി മുഴുവൻ വെള്ളത്തിലാവും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ചീമക്കൊന്നയുടെ ഒരു പരിധി വരെ വെച്ച് മുറിച്ചു. എന്നപ്പോ കാഴ്ച ബാക്കിയുള്ളത് ഇതിന്റെ മുകളിലേക്ക് കയറ്റണം. ജി ഐ പൈപ്പ് അടിയിൽ പ്ലാസ്റ്റിക് ഇട്ട് അടിയിലൊരു റൗണ്ട് ഉണ്ട്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയാണ്ടിരിക്കാൻ. അതിലേക്കാണ് ഈ പൈപ്പ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത് നട്ടതിന് ശേഷം മേലെ ഈ പറഞ്ഞ പോലെ എടുത്തു കൊടുത്തു. അപ്പൊ ഈ വള്ളീനെ കയറ്റി അതിന്റെ മുകളിൽ മറിയണം, എന്നാലേ ഈ വള്ളി താഴോട്ട് പോയിട്ടുള്ളൂ. അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, കെട്ടിക്കൊണ്ടിരിക്കണം. പിന്നെ ഇതിന് ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ കമ്പി കൊടുത്തിട്ടുണ്ട്, ഈ ഓരോ കമ്പി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. അതെന്ന് വെച്ചാൽ നമുക്ക് കെട്ട് ഊരി താഴേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ. ഇതുണ്ടോ ഇങ്ങനെ, അപ്പോൾ ഇടയ്ക്ക് ഈ കെട്ട് ഈ കമ്പി ഉണ്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അത് അമ്മയിലേക്ക് കാണാം. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്ത വള്ളി താഴേക്ക് പോലില്ല. പിന്നെ അല്ല, ഞാൻ എന്നോടുണ്ടല്ലോ അമ്പലവയലിലൊരു ശാസ്ത്രജ്ഞൻ പറഞ്ഞത് ഇങ്ങനെ കേറിയിട്ട് താഴത്തേക്ക് വിടണമെന്നാണ്. നിങ്ങളോട് ആരാ പറഞ്ഞത്? താഴത്തേക്ക് വന്നോളൂ, അത് ഏറ്റവും ടോപ്പിലെത്തിയതിനു ശേഷം അതിനാണ് ഈ ഇത് വെച്ചിട്ടുള്ളത്. മേലെ പടിയില്ലേ, അതടക്കം ചുറ്റി. അത് വള്ളി കയറിയത് മാത്രമേ ഇപ്പം ഞാൻ കഴിഞ്ഞിട്ട് ചുറ്റിയിട്ടുള്ളൂ. ഇനി വള്ളി കയറുന്നതിനനുസരിച്ച് ചില വള്ളികൾക്ക് ഇപ്പം എല്ലാം ഒന്നും ഒരേപോലെ വളരില്ലല്ലോ. അപ്പൊ വളർത്തുന്നതിന് ആദ്യം കെട്ടി, ഇനി മറ്റേ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കും. ഇതിപ്പോ എത്ര അടി പൊക്കം? 6 മീറ്ററിന്റെ പൈപ്പാ. അത് അല്ല, എത്ര പൊക്കം? ഒരു അതെ, 6 മീറ്ററിന്റെ പൈപ്പാണ് നട്ടിട്ടുള്ളത് മോളിലേക്ക്. ഈ 6 മീറ്ററിന്റെ ഒരു 3/4 മീറ്ററോളം 2 അടി മണ്ണിന്റെ അടി പോയിട്ടുണ്ട്. അതിക്ക് ബാക്കിയുള്ള ഉയരം ഇതിന് വരും. കായ്ക്കുമ്പോ എങ്ങനെയാ പൊട്ടിച്ചെടുക്കാൻ മോളിൽ? അത് നമുക്ക് ഏണി വെച്ച് കയറാം. ഈ കയറ് ഉണ്ടല്ലോ, ഈ കയറ് കെട്ടിയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാതെ തേ അടിച്ചിട്ടുണ്ട്. ഇത് താൽക്കാലികമാണ് തേ, ഈ കയറ്. ഇനി അതിന് കമ്പി കൊണ്ട് കിട്ടും. വള്ളി മേലെ എത്തുമ്പോഴേക്ക് മൊത്തം കമ്പി പൈപ്പൊക്കെ കണക്ട് ചെയ്യും, കമ്പിയായിട്ട് മൊത്തം കണക്ട് ചെയ്യും. കമ്പി വലിച്ചിട്ട് മൊത്തം കണക്ട് ചെയ്ത് തേ അടിച്ച് കിട്ടും. അപ്പൊ നമുക്ക് ഈ ഇതിപ്പോ കണ്ടില്ലേ, അനങ്ങില്ല ഈ സാധനം കണ്ടോ, അടങ്ങുന്നില്ല. അടിയിൽ നിന്ന് കുലുങ്ങിയാലും അടുത്തെല്ലാം നിന്നിട്ടപ്പോ കുരുമുളകിന്റെ ഒരു വരുമാനം കൂടി ആവും അല്ലേ? കായ പിടിച്ച് തുടങ്ങുന്നു. ശരിയായല്ലേ? തിരിയായതുകൊണ്ട് വേറെ കാര്യം, ഈ വള്ളിക്ക് ചെറിയൊരു മൂപ്പ് വരണം, എന്നാലും എന്താവുള്ളൂ ഇത് തിരി പൊട്ടു. ഇതായ 1.5 വർഷമായിട്ടുള്ളൂ ഈ വള്ളികൾ. അപ്പൊ അടുത്ത വർഷം ഞാൻ ഇതിനെ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്നാലും ഉണ്ട് അങ്ങോട്ട് ചില എല്ലാ വള്ളികളൊക്കെ നല്ല ചെയ്യുന്നുണ്ട് താനും. അപ്പൊ വയലിൽ കുരുമുളക്, തൊട്ട് പിന്നിൽ പപ്പായ നിൽക്കുന്നുണ്ടല്ലോ. പപ്പായ ഉണ്ട്. ഇത് ഏത് പപ്പായ? പേരെന്തെങ്കിലും? മറ്റേ റെഡ് ലേഡി അങ്ങനത്തെ എന്താ നല്ലതിനാണ്. അത് എന്താന്ന് വെച്ചാൽ ഞാനൊരു പപ്പായ വാങ്ങി കഴിച്ചു. അപ്പൊ അതിന്റെ നല്ല പപ്പായ ആയിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ അരി മുളപ്പിച്ചു, വയലിൽ കൊണ്ട് നട്ടു. അങ്ങനെ ഉണ്ടായാണ്. അപ്പൊ നല്ല വലിപ്പുണ്ട്, നല്ല കളറുണ്ട്, അടിഞ്ഞു പോകില്ല. നമ്മളെ പഴയ നാടൻ കപ്പളങ്ങ ആണെങ്കിൽ എന്താവും, പപ്പായ ആണെങ്കിൽ ഇത് ശേഷം പൊഴിക്കുമ്പോഴേക്ക് അത് പിന്നെ ഉടഞ്ഞു പോകും. ഇത് നമ്മളിപ്പോ എത്ര പൊഴിത്താലും ഉടയൂല. നമുക്ക് ചെത്തി കഷ്ണാക്കി കഴിക്കാം. വാങ്ങാൻ ആൾക്കാരും ഉണ്ട്. ഞാൻ വാങ്ങാൻ കൊടുക്കലില്ല. കാരണം നമ്മളെ അയൽവാക്കാർക്കും കുടുംബക്കാർക്കും നമ്മൾ കഴിക്കും. എത്ര ഉണ്ടെങ്കിലും ഇതുവരെ നമ്മൾ വിറ്റിട്ടില്ല. അങ്ങനെ ഒരു വിൽപ്പനയല്ല ഇതിലൊന്നും ഉദ്ദേശിക്കണം. ഇല്ല, അതെ. വിൽപ്പന നമ്മളെ കാപ്പി, കുരുമുളക്, ഏലം, പിന്നെ കൊക്കോ, വാഴ, ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലേക്ക്. അതെ, വീട്ടിലേക്കും ബാക്കിയുള്ള ഇപ്പൊ നമ്മുടെ ഇത് പക്ഷേ നല്ലോണം കായ്ക്കണ തരാണ് അല്ലേ? അതെ അതെ. ഇത് ഒരുപാട് എത്ര മൂട് നട്ടിട്ടുണ്ട്? ഒരു 10 ഉള്ളൂ. അത് മതി. അത് മതി. അല്ല, അങ്ങനെ കൃഷിയുടെ ഇതിന് നട്ടതല്ലാതെ നമ്മളെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് നട്ടാ. പക്ഷെ അതിലൊക്കെ എത്രയോ മേലെയാണ് ഇത് കായ്ച്ചത്.